ഒരു മിനിറ്റ് ഗൈസ്. അപ്പോൾ എല്ലാവരും പെരുന്നാൾ കഴിഞ്ഞിട്ട് ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ വീണ്ടും എൻ്റെ അണ്ണാക്കി പിരിവെട്ടാൻ പോണ പോലത്തെ ഒരു ചോദ്യം ഞാൻ വീണ്ടും കേൾക്കാൻ പോകണതാണ് ഗൈസ്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് എനിക്ക് എൻ്റെ ഫാമിലി റിലേഷനെ പറ്റി ആകപ്പാടെ അറിയാവുന്നത് എൻ്റെ അമ്മേനും അച്ഛനെയും പിന്നെ അവരുടെ കൂടപ്പിറപ്പുകളെ മാത്രമേ എനിക്കറിയുള്ളൂ. അങ്ങനെ ചെറിയൊരു അടുത്തുള്ള ബന്ധങ്ങൾ മാത്രമേ അറിയുള്ളൂ. ദൂരേക്കുള്ള ബന്ധങ്ങളൊന്നും അറിയാൻ പാടില്ല ഡീപ്പായിട്ട്. കാരണം ദൂരെയുള്ള പരിപാടിക്കൊന്നും ഞാൻ പോകാറില്ല. അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത പരിപാടികളുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോകാറുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ നാൾക്ക് ശേഷം അച്ഛൻ്റെ അമ്മയുടെ, അതായത് അവിടെ പരിപാടി നടക്കാറുണ്ട്. അതായത് അവിടെ നിന്ന് കളവെഴുത്തും പാട്ടും പരിപാടി നടക്കാം. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ വീട്ടിൽ അങ്ങനെ നടക്കുന്നുണ്ട്, അതായത് തൊടുപുഴയിൽ. അപ്പോൾ ഇന്നേ വരെ അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ വിളിച്ചപ്പോൾ ഞാനും അച്ഛനും പറഞ്ഞു എന്നാൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലത്തെ ഉള്ള ഫംഗ്ഷനിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മിക്കപ്പോഴും കിട്ടുന്ന പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില അമ്മാവന്മാരും അമ്മായിമാരും വന്നിട്ട് ചോദിക്കുക. അതായത് എനിക്ക് അവരെ മുഖപരിചയം ഉണ്ടാവും, എന്താ മോനെ അറിയുമോയെന്ന്. ഇവരെ അത് ചോദിക്കുമ്പോൾ എനിക്ക് ഇവരെ ആരാണെന്നോ എന്താണെന്നോ റിലേഷൻ എന്താണെന്നോ ഒരു തേങ്ങാ മാങ്ങത്തൊലി എനിക്കൊന്നും അറിയാൻ പാടില്ല ഗൈസ്. ഇവരുടെ അടുത്ത് എന്ത് പറയും, എന്താ അറിയാമെന്നും പറയാൻ പറ്റൂല, അറിയാൻ പാടില്ലെന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഗൈസ്. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരെണ്ണാക്കി പിരികെട്ടൊരു ചോദ്യമാണ് ഗൈസ് ഇത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, നിങ്ങൾക്ക് എങ്ങനത്തെ എല്ലാ ഇതുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ശരി, അവിടെ ചെന്നിട്ട് അവിടുത്തെ പരിപാടിയും കാര്യങ്ങളും എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. നല്ല പരിപാടിയാണെങ്കിൽ ഞാൻ പറയാം എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.